കണ്ണൂർ താവത്തെ രാജൻ ഒരു ദിവസം പോലും ഒഴിയാതെ കണ്ടൽക്കാടുകൾക്കിടയിലേക്ക് ഇറങ്ങും. നട്ടുപിടിപ്പിച്ചും വിത്ത് ശേഖരിച്ചുമൊക്കെ കണ്ടലുകളുടെ തോഴനായി ജീവിക്കും. ലക്ഷക്കണക്കിന് കണ്ടൽ തൈകൾ നട്ടുവളർത്തിയ രാജന് ചെറുപ്പം മുതൽ ഇതൊരു ജീവിതചര്യയാണ്. കാണാം ആ വിശേഷങ്ങൾ. ഞാനൊരു ലക്ഷക്കണക്കിന് കണ്ടൽ ചെടി ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ മറ്റ് ഭ്രാന്തം കണ്ടലാണ്. അതിനുശേഷം ഈ കുറ്റിക്കണ്ടൽ അത് നമുക്ക് വെച്ച് പിടിപ്പിക്കണം. എത്ര കാലമെന്നോ എത്ര തൈകളെന്നോ ഓർത്തെടുത്ത് പറയാനാവില്ല. കണ്ടലുകൾക്കൊപ്പമുള്ള യാത്ര ജീവിതചര്യയായതിനാൽ അതൊന്നും ഓർത്തു വെച്ചിട്ടുമില്ല. കണ്ടും കേട്ടും പരിചയിച്ച കണ്ടലുകളുടെ സംരക്ഷകനായി ജീവിക്കുകയാണ് കണ്ണൂർ താവത്തെ രാജൻ. പഴയങ്ങാടി താവം മേഖലയിലെ കണ്ടൽക്കാടുകളുടെ സംരക്ഷകനാണ് രാജൻ. പ്രദേശത്തെ 22 ഇനം കണ്ടലുകളെക്കുറിച്ചും രാജൻ അറിയാം. അവയോരോന്നും വംശമറ്റു പോകാതെ കാക്കുക എന്നത് തൻ്റെ ഉത്തരവാദിത്വമെന്ന് വിശ്വസിക്കുന്നു ഇദ്ദേഹം. മത്സ്യബന്ധനമാണ് ഉപജീവനമാർഗം. അതിനൊപ്പമാണ് കണ്ടലുകൾക്ക് രക്ഷകനാകുന്നത്. വിത്ത് ശേഖരണവും ഒഴിഞ്ഞ ഇടങ്ങൾ നോക്കി നട്ടുപിടിപ്പിക്കലും സംരക്ഷിക്കലുമെല്ലാമായി ഓരോ ദിവസത്തിൻ്റെയും നല്ല പങ്കും ഈ കണ്ടൽക്കൂട്ടങ്ങൾക്ക് നടുവിൽ കാണാം രാജനെ. നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഓക്സിജനാണ്. ഇപ്പം ഓക്സിജൻ ഇതിന് പ്രത്യേകം ഈ കണ്ടൽക്കാട് നട്ടുപിടിപ്പിച്ച് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു പ്രൊജക്റ്റ് വരെ വരുന്നുണ്ട്. അത് കണ്ടലിൻ്റെ ഒരു വക. കണ്ടലുകൾ മനുഷ്യർക്കും പ്രകൃതിക്കാകെയും ചെയ്യുന്ന ഗുണങ്ങൾ എല്ലാവരും അറിയണമെന്നും എങ്കിലേ ഇവ സംരക്ഷിക്കപ്പെടൂ എന്നുമാണ് രാജന്റെ പക്ഷം. ഇപ്പം നമ്മൾ ഉപ്പൂറ്റി, അതുപോലെ ഈ പൂക്കണ്ടൽ, എഴുത്താണിക്കണ്ടൽ, കുറ്റിക്കണ്ടൽ, ഇങ്ങനെയുള്ള ഈ ഒരു തരം കണ്ടൽ നമ്മൾ നട്ടുപിടിപ്പിക്കണം. ഇതിന് പ്രാധാന്യം മറ്റുള്ളതിനേക്കാൾ കുറച്ചും കൂടെ പ്രാധാന്യം ഇതിനുണ്ട്. കാരണം ഇതിൻ്റെ ചപ്പിനാണ് നമുക്ക് ഓക്സിജൻ നമുക്ക് തരുന്നത്. കുറ്റിക്കണ്ടലിൻ്റെ ചപ്പ് കൂടുതലാണ്, മറ്റേ കണ്ടലിനേക്കാൾ കൂടുതലാണ് ഈ കുറ്റിക്കണ്ടലിന്. മുട്ടോളം കാലാഴ്ന്നു പോകുന്ന ചെളിയിലിറങ്ങി കൈ മണ്ണിൽ കുത്തി കുഴിയെടുത്ത് കണ്ടൽ തൈകൾ നട്ട് രാജൻ മുന്നോട്ട് പോകുമ്പോൾ പിന്നിൽ അവശേഷിക്കുന്ന കാൽപ്പാടുകളൊക്കെയും വരും തലമുറയെ ഓർമ്മപ്പെടുത്തും. ഇങ്ങനെ ചിലർ കൂടിയാണ് ഈ ഭൂമിയെ സുന്ദരമാക്കി നിർത്തുന്നതെന്ന്. പരിസ്ഥിതി ദിനത്തിൽ മാത്രം മരങ്ങൾ നട്ട് പരിസ്ഥിതിയോട് സ്നേഹമറിയിക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തനാണ് കണ്ണൂരിലെ രാജൻ. രാജൻ ഇതിനകം തന്നെ ലക്ഷക്കണക്കിന് കണ്ടലുകൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു. ഓരോ ദിവസവും കണ്ടൽ നടുക എന്നത് ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗവുമാണ്. കണ്ണൂരിൽ നിന്നും മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം.